അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രേമിച്ചാണ് കെട്ടുന്നെങ്കിൽ നമ്മളെപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, പ്രേമിച്ച് കെട്ടുക എന്നുള്ള പ്രകൃതിക്കൊരു നിയമമുണ്ട്. ഈ പ്രശ്നങ്ങളുണ്ടായാലാണ് പ്രകൃതി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രേമിക്കുന്ന കുട്ടികൾ, പ്രേമിക്കുന്ന നക്ഷത്രങ്ങൾ ചേരാത്ത നാളുകൾ തമ്മിലാണ് പ്രേമിക്കുകയുള്ളൂ. ഒരു നാളോ അനുജന്മനാളോ ഒരു കാരണവശാലും കെട്ടാൻ പാടില്ല. ഒരു കാരണവശാലും ഓപ്പോസിറ്റ് യോനിയിലുള്ളവർ കെട്ടാൻ പാടില്ല. അതായത് പുരുഷ യോനിയിൽ ജനിച്ച പെൺകുട്ടി പുരുഷ യോനിയിൽ ജനിച്ച പുരുഷനെ കെട്ടാൻ പാടുള്ളൂ. അതിനേക്കാളും ഉപരി 15 വർഷം കഴിയുമ്പോൾ ദാമ്പത്യ സുഖം കുറവാകും. അതിന് പാരമ്പര്യ മരമണ്ടന്മാരുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല. കാരണം അവർ സ്ത്രീ ദീർഘമുണ്ട്. സ്ത്രീയുടെ നാൾ മുതൽ 11ാമത്തെ നാൾ മുതൽ എടുത്ത ഉത്തമം എന്ന് പറയും. നമ്മുടെ ജ്യോതിഷം അങ്ങനെയല്ല. ഈ പാപസ്വാമിയാണ് ഈ ചൊവ്വാദോഷം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ചൊവ്വാദോഷമുള്ള ജാതകം, സ്ത്രീ ജാതകമായാലും പുരുഷ ജാതകമാണെങ്കിലും തത്തുല്യമായ ചൊവ്വാദോഷമുള്ളവർ തമ്മിൽ കെട്ടാൻ പാടുള്ളൂ എന്നാണ് ഇവരെ കണ്ടെത്തൽ. 2-ാം ചൊവ്വ എന്ന ചൊവ്വാദോഷം, 4-ൽ ചൊവ്വ എന്ന ചൊവ്വാദോഷം, 5-ൽ ചൊവ്വ എന്ന ചൊവ്വാദോഷം, 7-ൽ ചൊവ്വ എന്ന ചൊവ്വാദോഷം, 8-ൽ ചൊവ്വ എന്ന ചൊവ്വാദോഷം, 10-ൽ ചൊവ്വ എന്ന ചൊവ്വാദോഷം, 12-ൽ വന്ന ചൊവ്വാദോഷം. ഇതാണ് പാരമ്പര്യ മരമണ്ടന്മാരുടെ ഗ്രഹനില ചിന്തന. നമുക്ക് പ്രസവവേദന ആരംഭിച്ച സമയം, ആ സമയം മുതൽ ചിലപ്പോൾ കുഞ്ഞ് കൈയോ കൈവിരലോ അല്ലെങ്കിൽ തലമുടി നാരോ വെളിയിൽ വന്നാൽ വായുബന്ധം വന്നാൽ അത് പ്രസവമായിട്ട് കാണും. അപ്പോൾ യഥാർത്ഥത്തിൽ 8-ൽ ചൊവ്വ വന്നാൽ, 8-ാം ഭാവം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ജനനേന്ദ്രിയമാണ്. അപ്പോൾ ആണിനായാലും പെണ്ണിനായാലും ജനനേന്ദ്രിയം 8-ൽ ചൊവ്വ നിന്നാൽ ചെറുതായിരിക്കുന്നു അതിൻ്റെ അർത്ഥം. അപ്പോൾ തത്തുല്യമായ അതേ ചെറിയ സംഭവമാണ് യോജിപ്പിച്ച് കൊടുക്കുക. അതാണ് വൈദവ്യം. അല്ലെങ്കിൽ എന്താ, പ്രയോഗം ഉണ്ടാവില്ല. കാരണം ചെറുതും വലുതും തമ്മിലുള്ള പ്രയോഗം വരുമ്പോൾ സുഖമുണ്ടാവില്ല. പ്രേമിക്കുക എന്നുള്ള പ്രകൃതിയുടെ ഒരു കെണിയാണ്, ഒരു മായയാണ്. ശരിയാവില്ല, ഇവനെ കെട്ടിയാലേ ശരിയാവും അല്ലേ? അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ കെട്ടുന്നു, ആ ലെവലിലേക്ക് വരും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രേമിച്ചാണ് കെട്ടുന്നെങ്കിൽ നമ്മളെപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, പ്രേമിച്ച് കെട്ടുക എന്നുള്ള പ്രകൃതിക്കൊരു നിയമമുണ്ട്. ഈ പ്രശ്നങ്ങളുണ്ടായാലാണ് പ്രകൃതി മുന്നോട്ട് പോവുള്ളൂ. ഇപ്പോൾ നമുക്ക് ഭൂകമ്പം ഉണ്ടാവുന്നുണ്ട്, ഭൂകമ്പം ഉണ്ടാകുന്നു, അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നു, യുദ്ധങ്ങളുണ്ടാവുന്നു അല്ലേ? ഇപ്പോൾ വീട്ടിൽ തന്നെ ചിലപ്പോൾ വഴക്കുണ്ടാവുന്നു, അയൽവക്കാർ തമ്മിൽ വഴക്കുണ്ടാവുന്നു, റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുന്നു. ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ ഓടിച്ചു പോകണു, പെട്ടെന്ന് ഭർത്താവ് വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ചിട്ട് പറയുന്നു, ഇപ്പോൾ എവിടെയാ? ഞാൻ ലുലുമാളി പോകണം, നീ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട, വേഗം അങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. ആ സമയത്ത് നമുക്കൊന്നും ഇതെന്തൊരു സംഭവം, നമ്മൾ ലുലുമാളിൻ്റെ അടുത്ത് എത്താറായി, പറ്റില്ല. ആ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ദേഷ്യത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ കഴിയുമ്പോൾ സ്റ്റിയറിങ്ങിലേക്ക് ബലം വരും അല്ലേ? അങ്ങനെ വരുമ്പോൾ അറിയാതെ എങ്ങാനും ഒന്ന് വലത്തോട്ട് വെട്ടിയാൽ നമ്മൾ ഓവർടേക്ക് ചെയ്ത് തന്നെ വണ്ടിയിൽ അടിച്ചിട്ടുണ്ടാവും. അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ചിന്തകളൊക്കെ മാറി, പിന്നെ ചിലവുകളായി, ബഹളങ്ങളായി. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പ്രകൃതി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രേമിക്കുന്ന കുട്ടികൾ, പ്രേമിക്കുന്ന നക്ഷത്രങ്ങൾ ചേരാത്ത നാളുകൾ തമ്മിലാണ് പ്രേമിക്കുകയുള്ളൂ. കാരണം സമൂഹത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവണം. ചേരാത്ത നാൾ കെട്ടി കഴിയുമ്പോൾ തല്ലുപിടുത്തം ഉണ്ടാവും. തല്ലുപിടുത്തം ഉണ്ടായി കഴിയുമ്പോൾ കോടതിയായി, വ്യവഹാരമായി, കാരണം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് പ്രകൃതിയുടെ ഒരു മറിമായമാണ് ചേരാത്ത നാളുകൾ തമ്മിൽ പ്രേമിക്കുക എന്നുള്ളത്. അപ്പം ചേരുന്ന നാളുകളെ കിട്ടണമെങ്കിലോ, ഇപ്പം നമ്മൾ പാരമ്പര്യ ജ്യോതിഷം അനുസരിച്ചാണ് പോകണമെങ്കിൽ അവരെ സംബന്ധിച്ച് 10-ൽ 10 പൊരുത്തം. പിന്നെ സ്ത്രീ ദീർഘപ്പൊരുത്തമാണ് അവർ പറയുന്നത്. സ്ത്രീ ജന്മതോ 2 3 5 6 വർജിക്കണം. അതായത് സ്ത്രീയുടെ ജന്മം മുതൽ എണ്ണിട്ട് ഒരു കാരണവശാലും 11ാമത്തെ നാൾ മുതലാണ് സ്ത്രീ ദീർഘപ്പൊരുത്തം പറഞ്ഞത്. തൊട്ടടുത്തുള്ള നാൾ വിവാഹം കഴിക്കാൻ പാടില്ല. പിന്നെ സമസപ്തമായിരിക്കണം. ഇങ്ങനെയൊക്കെയാണ് അവരുടെ പൊരുത്തം. നമ്മുടെ പൊരുത്തം, നമ്മുടെ ജ്യോതിഷ ആചാര്യ സംവാദമാണ്. ഈ പൊരുത്തത്തിൽ വരുമ്പോൾ ഒരു നാളോ അനുജന്മനാളോ ഒരു കാരണവശാലും കെട്ടാൻ പാടില്ല. അതായത് ഇപ്പോൾ അശ്വതി ആണെങ്കിൽ അശ്വതി മകം മൂലം ഇവർ തമ്മിൽ കെട്ടിയ തല്ലുകൊടുത്ത് കഴിഞ്ഞാൽ നേരം ഉണ്ടാവില്ല. ഭരണി പൂരം പൂരാടം ഇവർ തമ്മിൽ വിവാഹം കഴിച്ചാലും തല്ലുകൊടുത്ത് കഴിഞ്ഞാൽ നേരം ഉണ്ടാവില്ല. കാർത്തിക ഉത്രാടം ഇവർ തമ്മിൽ കല്യാണം കഴിച്ചാലും തല്ലുകൊടുത്ത് കഴിഞ്ഞാൽ നേരം ഉണ്ടാവില്ല. പിന്നെ രോഹിണി അത്തം തിരുവോണം ഇവർ തമ്മിൽ വിവാഹം കഴിച്ചാലും തല്ലുകൊടുത്ത് കഴിഞ്ഞാൽ നേരം ഉണ്ടാവില്ല. മകേരം ചിത്തിരാവിട്ടം ഇവർ തമ്മിൽ വിവാഹം കഴിച്ചാലും തല്ലുകൊടുത്ത് കഴിഞ്ഞാൽ നേരം ഉണ്ടാവില്ല. പിന്നെ തിരുവാതിര, ചോതി, ചതയം അതെല്ലാം ജന്മനാളുകളാണ്. അതോടൊപ്പം തന്നെ പുണർദം, വിശാഖം, പൂരിട്ടാതി, പൂയം, അനിഴ, ഉത്രട്ടാതി, ആയില്യം, തൃക്കേട്ട, രേവതി, ഇങ്ങനെയാണ് 27 നാളുകൾ. അപ്പോൾ 9 ദശാകാലം. അപ്പോൾ ഈ നാളുകൾ ഒരേ നാളോ അതേപോലെ തന്നെ അനുജന്മനാളോ വിവാഹം കഴിച്ചാൽ തല്ലുകൊടുത്തായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു കാരണവശാലും ഓപ്പോസിറ്റ് യോനിയിലുള്ളവർ കെട്ടാൻ പാടില്ല. അതായത് പുരുഷ യോനിയിൽ ജനിച്ച പെൺകുട്ടി പുരുഷ യോനിയിൽ ജനിച്ച പുരുഷനെ കെട്ടാൻ പാടുള്ളൂ.
സ്ത്രീയോനിയിൽ ജനിച്ച പുരുഷൻ ശരിയാ. സ്ത്രീയോനിയിൽ ജനിച്ച സ്ത്രീയെ കെട്ടാൻ പാടുള്ളൂ. അല്ലാതെ കെട്ടിയാലോ പുരുഷനും സ്ത്രീയും നമ്മൾ പറയില്ല. കാരണം പൗരുഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ സ്ത്രൈണത. സ്ത്രൈണത എന്ന് പറഞ്ഞാൽ ഒന്ന് ഒതുങ്ങാനുള്ള മനോഭാവം. പുരുഷൻ എന്ന് പറഞ്ഞാൽ പൗരുഷം ഉണ്ടാവും. അപ്പോൾ പുരുഷയോനിയിൽ ജനിച്ച സ്ത്രീക്ക് പൗരുഷമായിരിക്കും കൂടുതൽ, സ്ത്രൈണത കുറവായിരിക്കും. നക്ഷത്രമാണ് അവിടെ, അല്ലാതെ അവിടെ സ്ത്രീയുടെ പൗരുഷം എന്നതല്ല. ഈ നക്ഷത്രം പൗരുഷം കാണിക്കും. അങ്ങനെ പുരുഷയോനിയിൽ ജനിച്ച സ്ത്രീക്ക് സ്ത്രീയോനിയിൽ ജനിച്ച പുരുഷൻ്റെ അടുത്ത് ആന്നു കൊടുക്കാൻ പറ്റില്ല. എങ്ങനെയൊക്കെ പറഞ്ഞു വന്നാലും അവസാനം ആ സ്ത്രീയായും മേൽക്കൈ നേടുന്നത്. അപ്പോൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് യോനി കെട്ടിയാൽ ഇത് പരസ്പരം മനസ്സിലാക്കുകയും ഈ സ്ത്രീയോനിയിൽ ജനിച്ച മനുഷ്യൻ അത് ഉൾക്കൊള്ളുകയും വേണം. അല്ലാതെ വരുമ്പോൾ തല്ലുകൊടുത്തായിരിക്കും. അതിനേക്കാളും ഉപരി 15 വർഷം കഴിയുമ്പോൾ ദാമ്പത്യ സുഖം കുറവാകും. അതായത് പല കാരണങ്ങളും വരും. ചിലർ പറയും ഞങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല, അല്ലെങ്കിൽ ആത്മീയത ആ വഴിക്ക് പോയി, അല്ലെങ്കിൽ രോഗം, എങ്ങനെയായാലും അതായത് നമ്മൾ പറയുന്ന ആചാര്യ സംവാദം ജ്യോതിഷം അനുസരിച്ചാണ് ജീവിതം വരുള്ളൂ. അതിനേക്കാളും ഉപരി ഇതിലുണ്ടാകുന്ന സന്താനങ്ങൾക്ക് ഡിപ്രഷൻ അങ്ങനെ മുതലുള്ള മാനസികമായ പ്രശ്നങ്ങൾ ഈ കുട്ടികൾക്കും ബാധിക്കും. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഏത് ഒന്ന് ഈ ദമ്പതികൾ തമ്മിൽ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നതൊക്കെ, പക്ഷേ ഈ സന്താനങ്ങൾക്ക് മാനസിക വൈകല്യങ്ങൾ സംഭവിക്കാം. 100% സംഭവിക്കുന്നല്ല പറയുന്നത്, കൂടുതലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആചാര്യ സംവാദം ജ്യോതിഷം അനുസരിച്ച് ഒരു കാരണവശാലും ജന്മാനുജന്മ നാളുകൾ കെട്ടരുത്. കാരണം ജീവിതകാലം മുഴുവൻ അടിയായിരിക്കും. ഒരു സമയത്ത് പോലും ഇത് മാറിവില്ല. പിന്നെ ഓപ്പോസിറ്റ് യോനി കെട്ടിയാലും ജീവിതകാലം മുഴുവൻ ഈ സ്ത്രീക്കായിരിക്കും മേൽക്കൈ. മറ്റുള്ള നാളുകൾ ചേരില്ല. ഇപ്പോൾ ഷഷ്ടാഷ്ടമ അഷ്ടമഷ്ടമാണെങ്കിൽ പോലും അവരെ സംബന്ധിച്ച് 48 വയസ്സ് കഴിയുമ്പോൾ അവർ തമ്മിൽ ഭയങ്കര സ്നേഹമാവും. അതുകൊണ്ടാണ് ചില ആളുകളോട്, ഇപ്പോൾ മാതാപിതാക്കളോട് വയ്ക്കുമ്പോൾ പറയും എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ വഴക്കൂടെ? ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കില്ല എന്ന് പറയും. അതിൻ്റെ കാരണം എന്താ, ഒരു 60 വയസ്സ് 65 അല്ലെങ്കിൽ 55 നമ്മൾ ചോദിക്കണമെങ്കിൽ പറയാം അവർ തമ്മിൽ കുഴപ്പമൊന്നുമില്ല. അവർ 48 വയസ്സ് വരെ ഒന്ന് ഭയങ്കര തല്ലുകൊടുത്താം. അപ്പോൾ അതെല്ലാം ഈ പൊരുത്തം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള പൊരുത്തശോധന ആവശ്യമാണ്. അതിന് പാരമ്പര്യ മരമണ്ടന്മാരുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല. കാരണം അവർ സ്ത്രീ ദീർഘമുണ്ട്. സ്ത്രീയുടെ നാൾ മുതൽ 11ാമത്തെ നാൾ മുതൽ എടുത്ത ഉത്തമം എന്ന് പറയും. നമ്മുടെ ജ്യോതിഷം അങ്ങനെയല്ല. ഇപ്പം നിങ്ങളുടെ നാളും തൊട്ടടുത്ത നാളും ചേരുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇവർ പറയും 2ാം നാളും മിണ്ടൂല, ഒറ്റ നാൾ ഒന്നിച്ചു വാഴും എന്നാണ് ഈ മണ്ടന്മാരെ കണ്ടുപിടുത്തം. ഒറ്റ നാൾ ഒന്നിച്ചു വാഴും, 2ാം നാൾ മിണ്ടൂല, 3 നാൾ മുടി ചൂടി വാഴും. ഇങ്ങനെയാണ് ഇവർ പറയുന്നത്. നമ്മുടെ ജ്യോതിഷം പറയുമ്പോൾ ഒറ്റ നാൾ അമർന്ന് വാഴും. അമരുക എന്ന് പറഞ്ഞാൽ തല്ലുപിടിച്ച് വാഴും. രണ്ടുപേരും തമ്മിൽ ഭയങ്കര ബലം പിടുത്തം. പിന്നെ 2ാം നാൾ മിണ്ടൂല എന്നല്ല, 2 നാൾ ഇരുന്ന് വാഴും. ഇരുന്ന് വാഴുമെന്ന് പറഞ്ഞാൽ എന്താ, ഒരു കുഴപ്പമുണ്ടാവില്ല, ഭയങ്കര കൂട്ടായിട്ട് വാഴും. 3 നാൾ മുടി ചൂടി വാഴില്ല, പകരം മുടി പിടിച്ചാടും. മുടി പിടിച്ചാടും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും മുടിക്ക് കുത്തി പിടിച്ച് ഭയങ്കര അടിക്കലഹായിരിക്കും. അപ്പോൾ നമ്മുടെ ജ്യോതിഷം അനുസരിച്ച് സ്ത്രീയുടെ നാളിൽ നിന്നായാലും പുരുഷൻ്റെ നാളിൽ നിന്നായാലും ഒരു കാരണവശാലും 3 നാളോ 3ാം കൂറോ വരാൻ പാടില്ല. തല്ലുകൊടുത്ത് കഴിഞ്ഞ് നേരം ഉണ്ടാവില്ല. പിന്നെ അതേപോലെ ഇതിൻ്റെ രാശ്യാധിപന്മാരുണ്ട്. ഇപ്പം ചിങ്ങൻ രാശിയുടെ അധിപൻ സൂര്യനാണ്. ഇത് തന്നെ കുംഭൻ രാശി, കുംഭൻ രാശിയുടെ അധിപൻ ശനിയാണ്. അപ്പോൾ ശനിയും സൂര്യനും തമ്മിൽ ശത്രുക്കളാണ്. ഈ ശത്രുതയും ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. അതുകൊണ്ട് നക്ഷത്ര പൊരുത്തം വളരെ ഗംഭീരമായിട്ട് നോക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഇവർ പറയുന്ന പോലെ ഈ പാരമ്പര്യ മരമണ്ടന്മാർ പറയുന്നത്, അവർ പറയുന്ന ഒരു കാര്യം, ഒന്ന് ദശാസന്ധി ദോഷം, പിന്നെ പാപസാമ്യം. ഈ പാപസാമ്യമാണ് ഈ ചൊവ്വാദോഷം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ചൊവ്വാദോഷമുള്ള ജാതകം, സ്ത്രീ ജാതകമായാലും പുരുഷ ജാതകമാണെങ്കിലും തത്തുല്യമായ ചൊവ്വാദോഷമുള്ളവർ തമ്മിൽ കെട്ടാൻ പാടുള്ളൂ എന്നാണ് ഇവരെ കണ്ടെത്തൽ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജ്യോതിഷത്തിൽ ചൊവ്വാദോഷം എന്ന് പറയുന്നത് ഈ പാരമ്പര്യ മരമണ്ടന്മാരെന്നെ അവർ വിളിക്കാൻ പറ്റുള്ളൂ. ഇവരുടെ ജ്യോതിഷം അനുസരിച്ച് ഒരു ഗ്രഹനിലയിൽ ലഗ്നത്തിൽ ചൊവ്വ വന്നാൽ ചൊവ്വാദോഷം, 12ൽ ചൊവ്വ വന്ന ചൊവ്വാദോഷം, 2ൽ 2ാം കളത്തിൽ ചൊവ്വ വന്ന ചൊവ്വാദോഷം, 4ൽ ചൊവ്വ വന്ന ചൊവ്വാദോഷം, 5ൽ ചൊവ്വ വന്ന ചൊവ്വാദോഷം, 7ൽ ചൊവ്വ വന്ന ചൊവ്വാദോഷം, 8ൽ ചൊവ്വ വന്ന ചൊവ്വാദോഷം, 10ൽ ചൊവ്വ വന്ന ചൊവ്വാദോഷം, 12ൽ വന്ന ചൊവ്വാദോഷം. ഇതാണ് പാരമ്പര്യ മരമണ്ടന്മാരുടെ ഗ്രഹനില ചിന്തനം. നമ്മുടെ ആചാര്യ സംവാദത്തിൽ ഒരു ഗ്രഹനില ശരിയാണോ എന്ന് ആദ്യം പരിശോധിക്കും. അതിലേക്ക് വരുമ്പോൾ ലഗ്നത്തിലേക്ക് ശനിയുടെ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ഗുളികൻ്റെ ബന്ധം ഉണ്ടെങ്കിലാണ് നമ്മളൊരു ജാതകം അംഗീകരിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഒരു കളം പിന്നിലേക്ക് വലിക്കും. അങ്ങനെ പിന്നിലേക്ക് വലിക്കുമ്പോൾ, അതായത് പ്രസവ സമയത്തിന് കുറച്ച് മാറ്റം വരും. നമുക്ക് പ്രസവവേദന ആരംഭിച്ച സമയം, ആ സമയം മുതൽ ചിലപ്പോൾ കുഞ്ഞ് കൈയോ കൈവിരലോ അല്ലെങ്കിൽ തലമുടി നാരോ വെളിയിൽ വന്നാൽ, വായുബന്ധം വന്നാൽ അത് പ്രസവമായിട്ട് കണക്കൂട്ടും.
അങ്ങനെ പറയുന്ന ജാതകമാണ് രൂപം. താനോ രൂപഞ്ച വർണ്ണഞ്ച, ആ ലെവലിലേക്ക്, അതായത് രൂപവും വാക്കും എല്ലാം ഒത്തുവരുള്ളൂ. അപ്പോൾ അതിന് നമ്മുടെ ആചാര്യ സംവാദം ജ്യോതിഷത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ പിന്നിലേക്ക് ഇറക്കുമ്പോൾ ഒരു രാശി പിന്നിലേക്ക് വരും. ഇത് നോക്കിയിട്ടാണ് നമ്മളിവിടെ ഈ പറയുന്ന, പിന്നെ പാപസാമം എന്ന് പറയുന്ന സംഭവം നമുക്കില്ല. അപ്പോൾ നമ്മുടെ ജ്യോതിഷത്തിൽ ആകെ ചൊവ്വാദോഷം പറയുന്നുണ്ട്. 8-ൽ ചൊവ്വ വന്നാലാണ് ചൊവ്വാദോഷം പറയുന്നത്, 8-ൽ മാത്രം. അപ്പോൾ 8-ാം ഭാവത്തിൽ ചൊവ്വാദോഷം വന്നാൽ തത്തുല്യ പാപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചൊവ്വ ഉണ്ടെങ്കിൽ കെട്ടിക്കാവുമെന്ന് പറയും. കാരണം ചൊവ്വാദോഷം വന്ന വൈദവ്യം സംഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് വൈദവ്യം? അപ്പോൾ പലരും കരുതുന്നത്, ഇപ്പോൾ ചൊവ്വാദോഷമുള്ള പെൺകുട്ടിക്ക് പുരുഷനെ അന്വേഷിക്കുമ്പോൾ പറയും ആ കുട്ടിക്ക് ചൊവ്വാദോഷമുണ്ട്, അതുകൊണ്ട് ചൊവ്വാദോഷം വേണം, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു. അല്ലെങ്കിൽ ആൺകുട്ടിക്കാണെങ്കിൽ പറയും അയാൾക്ക് ചൊവ്വാദോഷമുണ്ട്, അപ്പോൾ അവന് ചൊവ്വാദോഷമുള്ള പെൺകുട്ടി കിട്ടിയില്ലെങ്കിൽ ഭാര്യ മരിച്ചു. അപ്പോൾ എന്തായാലും അവിടെ വൈദവ്യം സംഭവിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ 8-ൽ ചൊവ്വ വന്നാൽ, 8-ാം ഭാവം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ജനനേന്ദ്രിയമാണ്. അപ്പോൾ ആണിനായാലും പെണ്ണിനായാലും ജനനേന്ദ്രിയം 8-ൽ ചൊവ്വ നിന്നാൽ ചെറുതായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ തത്തുല്യമായ അതേ ചെറിയ സംഭവമാണ് യോജിപ്പിച്ച് കൊടുക്കുക. അതാണ് വൈദവ്യം. അല്ലെങ്കിൽ എന്താ, പ്രയോഗം ഉണ്ടാവില്ല. കാരണം ചെറുതും വലുതും തമ്മിലുള്ള പ്രയോഗം വരുമ്പോൾ സുഖമുണ്ടാവില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ജ്യോതിഷപ്രകാരം ചൊവ്വ വരുമ്പോൾ സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ നീചത്തിലോ നിന്ന ചൊവ്വയെ ചൊവ്വാദോഷമായിട്ട് കണക്കാക്കില്ല. അപ്പം നമ്മുടെ ആചാര്യ സംവാദം ജ്യോതിഷം അനുസരിച്ച് ഒരു ജാതകം നോക്കിയാൽ, 100 ജാതകം നോക്കിയാൽ അതിൽ ഒരെണ്ണത്തിൽ പോലും ചൊവ്വാദോഷം ഉണ്ടാവില്ല. പാരമ്പര്യക്കാരെ ജ്യോതിഷം 100 ജാതകം 100 നോക്കിയാൽ അതിൽ 98 ചൊവ്വാദോഷമായിരിക്കും. അപ്പോൾ അത്ര വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഈ പഠിച്ചു വച്ചിരിക്കുന്ന മണ്ടത്തരമാണെന്ന് ആദ്യം തിരിച്ചറിയുക. ആ തിരിച്ചറിവുകളിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ഈ പറയുന്ന പോലെ പ്രേമിച്ച് കെട്ടുന്നതല്ല നല്ലത്. കാരണം പ്രേമിക്കുക എന്നുള്ള പ്രകൃതിയുടെ ഒരു കെണിയാണ്, ഒരു മായയാണ്. അപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവണം. കാരണം വീട്ടിൽ നിന്നും വഴക്കുണ്ടായി. അപ്പോൾ ഭാര്യ ഭർത്താവിൽ വഴക്കുണ്ടാവും, മാതാപിതാക്കൾ ഇടപെടും അല്ലേ? അപ്പോൾ മാതാപിതാക്കൾ ഇടപെടെങ്കിൽ ഒരു 20 കിലോമീറ്റർ അകലെയാണ് അവരുടെ വീടെങ്കിൽ അവർ വണ്ടി ഓടിച്ച് വരണ്ടേ? വണ്ടി ഓടിച്ച് വന്ന് നിങ്ങളോട് സമാധാനം പറയണം. ഈ വീട്ടുകാർ, ചെക്കൻ്റെ വീട്ടുകാരും വരുന്നു, പെണ്ണിൻ്റെ വീട്ടുകാരും വരുന്നു. അപ്പോൾ അവിടെ ഇന്ധനം കത്തുന്നു, ചിലവ്, ജോലിക്ക് പോകാൻ പറ്റണില്ല. അപ്പം അങ്ങനെ ഒരു പ്രകൃതിയുടെ ഒരു ക്രയവിക്രയമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മറികടക്കണമെങ്കിൽ കൃത്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ പോകണം. കൃത്യമായിട്ട് നമ്മൾ ചെറുപ്പം മുതൽ ആത്മീയതയിലൂടെ സഞ്ചരിച്ചാണ് പോകുന്നതെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിലുള്ള, നമുക്ക് നല്ല രീതിയിൽ മനസ്സമാധാനം എന്ന് പറയുന്ന ഏറ്റവും വലിയ ധനം നമുക്ക് വേണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ഇതിൻ്റെ ശരിയായ വഴിയിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നമ്പർ, ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കാം. കാരണം ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടാവുമോ? ഇല്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പ്രശ്നങ്ങളുണ്ട് എന്ന് തിരിച്ചറിയാത്തതാണ് നമ്മുടെ പ്രശ്നം.